ഇന്ന് ഞാൻ ഹിന്ദിക്കാര് രാവിലെ കഴിക്കുന്ന ഒരു നാസ്ത ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവ് വെച്ച. ഇതിനെ ഇവിടെ ദോക്കള എന്ന് പറയും. നാല് സ്പൂണോളം കടലമാവ് എടുത്ത് ഇതില് ഉപ്പിടണം. 1/2 സ്പൂൺ ഉപ്പ്, മഞ്ഞപ്പൊടി. ഇനി ഇത് മിക്സ് ചെയ്യാം. ഇതിൽ ലാസ്റ്റിൽ ഈനോയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈനോ ചേർത്തിട്ട് അപ്പോഴേ നമ്മളിത് ആവിയിൽ വെച്ച് പുഴുങ്ങണം. നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കത്തില്ലേ അതുമാതിരി. ഇത് നല്ലതുപോലെ മിക്സായി. ഇനി ഇതിനകത്ത് ഈനോ കലക്കി ചേർക്കണം. ഒരു കവർ മുഴുവൻ ഇടണം. എന്നിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈനോ കലക്കിയിട്ട് നമ്മൾ ഒത്തിരി നേരം വെച്ചുകൂടാ. അപ്പോഴും തന്നെ നമ്മൾ ആവിയിൽ പുഴുങ്ങാൻ വെക്കണം. ചേർത്തപ്പോൾ മാവ് നല്ല സോഫ്റ്റായി. ഇനി ഞാൻ അതിന്റെ പാത്രം എടുക്കാം. ഞാൻ കേക്കിന്റെ പാത്രത്തില ഇത് ഉണ്ടാക്കുന്നത്. ഇത് ആവിയിൽ പുഴുങ്ങാനല്ല. ശകല എണ്ണ ഇതിൽ തൂത്തു കൊടുക്കാം. പാത്രത്തിൽ എണ്ണ തൂത്തു. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ആവിയിൽ വേവിക്കാൻ വെക്കാം. ഇതിന്റെ മേലെ കൂടെ ശകലം മുളക് പൊടി ഗാർണിഷിന് വേണ്ടി ഇടാം. ശകലം ധനിയാപ്പത്തി. ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അത് ആവിയിൽ വേവുമ്പോഴത്തേക്ക് ഇതിന് മേളിൽ കൂടെ നമുക്കൊരു കടുക് വറക്കലുണ്ട്. അത് ഹിന്ദിക്കാരുടെ സ്റ്റൈല്. നമ്മളെ കടുകൊക്കെ ആണെങ്കിൽ അതിൽ പിന്നെ ഇച്ചിരി സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് ഇടാം. 1/2 സ്പൂൺ കടുകിട്ട് എന്നിട്ട് 2 വറ്റൽ മുളക്, കറിവേപ്പില. ഇത് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇച്ചിരി പഞ്ചസാരയും വെള്ളവും കൂടെ ചേർക്കുക. അതാ ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. ഇച്ചിരി വെള്ളം ഒഴിക്കും. ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടും. ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഓഫാകും. എന്നിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിന്റെ മേളിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് വെന്തോന്ന് നോക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇച്ചിരി ധനിയാപ്പത്തി ഇടാം. അത് കഴിഞ്ഞ് മുമ്പേ കടുക് വറുത്ത് വെച്ചിരുന്ന ആ വെള്ളം പതുക്കനെ ഇതിന്റെ മേളിൽ കൂടെ ഒഴിക്കാം. എന്നാലും ഇത് ഇച്ചിരിയും കൂടെ നല്ല സോഫ്റ്റ് ആവും. ഡോക്കള തയ്യാറായി. ഇനി ഇതിന്റെ മേളിൽ കൂടെ ഇച്ചിരി ഇമിലിയുടെ ചട്ടിനി, ധനിയാപ്പത്തിയുടെ ചട്ടിനി, സേവ് ഭുജിയ ഇതെല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിക്കാം. ഹിന്ദിക്കാരുടെ നാസ്ത ഇതൊക്കെയാണ്. ഇച്ചിരി ധനിയാപ്പത്തി മേളിൽ കൂടെ ഇടാം. ഞാൻ ഉണ്ടാക്കിയ ഡോക്കള തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനു വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.